ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീണ്ട 6 കൊല്ലത്തെ ഏകദേശം ഒരു കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മൾ വീണ്ടും ഒരു അൺബോക്സിങ്ങുമായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിനു മുന്നേ ഈ ചാനലിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി ഒരു PS5 അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ PS5 ഉള്ളപ്പം പിന്നെ എന്തിനും വീണ്ടും ഒരു PS5 അൺബോക്സിങ് അല്ലേ? പക്ഷേ ഈ പ്രാവശ്യം ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ പ്രാവശ്യം നമ്മൾ PS5 അല്ല, PS5 Pro വേർഷൻ, അതായത് ദ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് കൺസോൾ. ഇപ്പം നിലവിലുള്ള ഏത് കൺസോളിനെ കഴിഞ്ഞും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കൺസോളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ കൺസോൾ എടുത്തു? ഓൾറെഡി ഒരു PS5 ഉള്ളപ്പം എന്തുകൊണ്ട് ഇനി വീണ്ടും ഒരു PS5 Pro? PS5 കമ്പയർ ചെയ്യുമ്പം പ്രോയ്ക്ക് എന്തൊക്കെയാണ് അഡീഷണൽ ഫീച്ചേഴ്സ് ഉള്ളത്, എന്തൊക്കെയാണ് അഡീഷണൽ അഡ്വാൻറ്റേജസ് ഉള്ളത്, അത് നമുക്ക് നോക്കാം. പക്ഷേ ആദ്യമേ നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തതിൻ്റെ ഉദ്ദേശം നമുക്ക് കാണാം, അതായത് അൺബോക്സിങ്ങിലേക്ക് പോകാം. പൊതുവേ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ ബോക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് പഠിച്ച് ആ ഒരു സംഭവമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ആദ്യമേ അൺബോക്സ് ചെയ്യാം. അതിനുശേഷം എന്തുകൊണ്ട് PS5 Pro എടുത്തു, എത്ര രൂപ എനിക്ക് ചിലവായി, എവിടെ നിന്നാണ് മേടിച്ചത്, ആ കാര്യങ്ങളെല്ലാം അതിനുശേഷം നമുക്ക് നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൻ്റെ വീഡിയോ കാണുന്നു എന്നുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ 99.5% വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എന്ത് കൊടുമൈ സാർ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സബ് അടിച്ച് വിടറേ. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ഞാൻ ടോപ്പ് ഡൗൺ വ്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിനായിട്ട് സെറ്റ് ചെയ്തേക്കുന്ന സാധനമാണിത്. അപ്പം ഇതാണ് ടോപ്പ് ഡൗൺ വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ അൺബോക്സിൻ്റെ ഒരു ഫസ്റ്റ് പേഴ്സൺ ലുക്ക് കിട്ടുമെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ സാധനം എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് ഗൈസ് സാധനം. ഇത് ബോക്സിൻ്റെ പുറകുവശം നിങ്ങൾക്കിതിൽ കാണാം. ജാപ്പനീസ് എഴുത്താണ് ഇതിൽ എഴുതിയേക്കുന്നത്. അധികം ബോക്സ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം 4K ടാഗ്, 4K 120 Hz ടാഗ് തിരിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ PS5 അൺബോക്സിങ്ങിൽ കണ്ടിരുന്നു ഈ ഒരു 4K ടാഗ് പോയിരുന്നു, പക്ഷേ വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു കൺസോൾ 4K കേപ്പബിൾ ആണെന്നാണ്, അതും അറ്റ് 120 Hz. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഒരു പ്ലാസ്റ്റിക് കവറാണ് ഫുള്ളി സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യമേ ഒന്ന് ഊരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കവർ. അടിപൊളിയായിട്ടുണ്ടല്ലേ, വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. കവറ് നല്ല സിമ്പിൾ കവറാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ PS5 സ്ലിം വേർഷനിലും ഇച്ചിരി കൂടെ ചെറിയ ഒരു ബോക്സാണെന്ന് തോന്നുന്നു. പിന്നെ മുൻപേ ഞാൻ പറഞ്ഞ ആ ഒരു ജാപ്പനീസ് എഴുത്ത്, ജാപ്പനീസ് ലിപികൾ വേണ്ടേ, ജാപ്പനീസ് അറിയാവുന്നവരാണ് നിങ്ങൾക്കിത് വായിക്കാം. ഞാൻ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഫോണിൽ ഫോട്ടോ എടുത്ത് AI-നോട് ചോദിക്കാം എന്താ ജാപ്പനീസിൽ എഴുതിയേക്കുന്നുള്ളത്. ഏറ്റവും ബേസിക്കായിട്ട് പറയാനായിട്ടാണെങ്കിൽ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് CFI 7000B01 എന്നുള്ളതാണ്. അപ്പോൾ ഈ 7000-ൻ്റെ അവസാനത്തെ 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് റീജിയൻ കോഡാണ്. അപ്പോൾ 00 എന്നുള്ളത് ജപ്പാനിൽ വിൽക്കാനുള്ളതാണ്. ഈ ഒരു റീറ്റെയിൽ പാക്കേജ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഫോർ ജാപ്പനീസ് റീജിയൻ ആണ്. ആ കൺസോളാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. നമുക്കപ്പോൾ ബാക്കി അൺബോക്സിങ് നോക്കാം. അപ്പം മേലെ 2 സീലുണ്ട്, അതൊക്കെയാണ്. ഇവിടെ സാധാരണ സീലുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ഏതായാലും ഈ 2 സൈഡിലും സീലുണ്ട്. അതിനി നമ്മുടെ ഇമ്പോർട്ടേഴ്സ് ഒട്ടിച്ച സീലാണോ അതോ ശരിക്കും ഒറിജിനൽ പ്രോഡക്റ്റിൻ്റെ സീലാണോ എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാനായിട്ടില്ല. പിന്നെ നമുക്ക് ബാക്ക് സൈഡ് നോക്കാം. ബാക്ക് സൈഡ് ശരിക്കും സോണിയുടെ ഒരു സീൽ ഉണ്ടാവേണ്ടതാണ്, അതും ഇതിലില്ല. ഇവിടെ ഒരു സീല് വരേണ്ടതാണ്, അതും ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ ഈ 2 സീല് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ജാപ്പനീസ് റീജിയനുള്ള പവർ സോക്കറ്റാണ് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ ഇതിൽ പറ്റില്ല. അപ്പം ഇത് പാക്കായി വന്ന ബോക്സിൻ്റെ അകത്ത്, അതായത് പാക്കേജ് ബോക്സിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ഇമ്പോർട്ടേഴ്സ് നമ്മുടെ ഇന്ത്യൻ കേബിൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ ഇവിടെ അകത്തായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ക്യാമറയിൽ എത്രത്തോളം
വ്യക്തമാകുമെന്ന് എനിക്കറിയില്ല. അതായത് ഇതിൽ 7 ആംപിയർ 125 വോൾട്ട് എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ നമ്മുടെ ഇമ്പോർട്ടേഴ്സ് കൊടുത്തു വിട്ട സാധനം എന്ന് പറഞ്ഞാൽ സാധാരണ സോണി പ്രൊഡക്ഷനിലൂടെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. അതായത് 2.5 ആംപിയർ 250 വോൾട്ട് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജപ്പാനിലത്തേതെന്ന് പറഞ്ഞാൽ ഇത് 7 ആംപിയർ 125 വോൾട്ട് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ സാധാരണ ജാപ്പനീസ് പ്രൊഡക്ട്സിൻ്റെ 100 വോൾട്ട് എന്നാണ്. നമ്മുടെ സാധാരണ 120 to 240 ആണ്. ഇത് പക്ഷേ 100 വോൾട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്കറിയില്ല ആ ഒരു പവർ വേരിയേഷൻ ഇതിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത്. നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തോ വന്നിരുന്നു ഗൈസ്. ഇത് ഫ്രീ ആയിട്ട് കിടക്കുന്നു, ഒന്നുമില്ല. ഇത് HDMI കേബിളാണ്. HDMI കേബിള്. ഇത് നമ്മുടെ ജോയ്സ്റ്റിക്ക് കണക്ട് ചെയ്യാനുള്ള USB Type-C. ജോയ്സ്റ്റിക്ക് കണക്ട് ചെയ്യാനും ചാർജ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എനിക്ക് ഇത് എന്തിനാണ് പിടികിട്ടി. ഇത് നമ്മുടെ സാധാരണ വെർട്ടിക്കൽ സ്റ്റാൻഡ്, ഹൊറിസോണ്ടൽ സ്റ്റാൻഡാണ്. ഇത് കൺസോളിൻ്റെ താഴെ വെക്കുന്നത്. ഇങ്ങനത്തെ ഒരെണ്ണം കൂടെ ഉണ്ട്. അത് എവിടെ ചാടിപ്പോയിട്ടുണ്ടാവും മിക്കവാറും. നമ്മുടെ ജോയ്സ്റ്റിക്ക് ഓക്കെ. ഇതെൻ്റെ മറ്റേ സാധനം ഇവിടെ കടന്ന് കിട്ടി. അത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ തിരിച്ച് ഈ കവറിലാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ വെർട്ടിക്കലായിട്ടാണ് അലൈൻ ചെയ്യാൻ പോകുന്നത്, ഹൊറിസോണ്ടലല്ല. അപ്പോൾ ഇത് മാറ്റി വെക്കാം. പിന്നെ നമ്മുടെ ജോയ്സ്റ്റിക്ക് കിട്ടി ഗൈസ്. ഓക്കെ, ഇതാണ് ജോയ്സ്റ്റിക്ക്. അപ്പോൾ ജോയ്സ്റ്റിക്കിൻ്റെ പുറകിൽ ഞാൻ ഇതിൻ്റെ ഐട്രേഷൻ നോക്കട്ടെ. അതായത് ഇത് 5th ഐട്രേഷനാണ്. 5th ആണ് ഏറ്റവും പുതിയത്. 5th ജനറേഷൻ ഓഫ് ജോയ്സ്റ്റിക്കാണ് ഇത്. അതായത് ഇവർ ഓരോ പ്രാവശ്യം ഓരോരോ ചെറിയ മാറ്റങ്ങൾ ജോയ്സ്റ്റിക്കിൻ്റെ അകത്ത് കൊണ്ടുവരും. അപ്പം അങ്ങനെ 5 ജനറേഷൻസ് ഇതുവരെ ഇറക്കി. അപ്പം ഞാനിപ്പോൾ മോഡൽ നമ്പറിൻ്റെ പുറകിൽ നിന്ന്, ജോയ്സ്റ്റിക്കിൻ്റെ പുറകിൽ നിന്ന് എനിക്ക് ആ മോഡൽ നമ്പറിൽ നിന്ന് ആ കോഡിങ്ങിൻ്റെ ബേസിസിൽ എനിക്ക് മനസ്സിലായി ഇത് 5th ജനറേഷനാണ്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൺട്രോളറാണ്. അതായത് ബാറ്ററി ചാർജ് കൂടുതൽ നിൽക്കും. പിന്നെ കുറച്ച് വെയിറ്റ് കുറവുണ്ട്. പിന്നെ മോട്ടേഴ്സൊക്കെ ഇച്ചിരി ഇവർ ഒന്ന് റിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ടോപ്പ് സംഭവം നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ബോക്സ് എങ്ങനെ തുറക്കണ്ടേന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇത് ചെരിച്ച് വെച്ചിട്ട് ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ട് കൺസോൾ പുറത്തേക്ക് എടുക്കാനുള്ള പടം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കൺസോൾ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് വാറണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് ജാപ്പനീസാണ് വീണ്ടും. ഇത് വാറണ്ടി കാർഡല്ല, ഇത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. ഫുള്ള് ജാപ്പനീസ് സംഭവമാണ്. ഓക്കെ, ഇതും വേറെ എന്തോ ബുക്ക്ലെറ്റ് ആണ്. ഇംഗ്ലീഷ് മാത്രമില്ല ഗോയ്സ്. ഓക്കെ ഗൈസ്, കൺസോളിന് വലിയ വെയിറ്റ് ഇല്ല. നമുക്ക് ഇത് മാറ്റി നോക്കാം. നോക്കൂ ഗൈസ്, സാധനം കിട്ടി. പൊളി. നല്ല ലൈറ്റ് വെയിറ്റാണ്. അത് ഈ ഡിസ്ക് ഡ്രൈവ് ഇല്ലാത്തതുകൊണ്ടാണ്. PS5 Pro നമുക്ക് ഡിജിറ്റൽ വെർഷൻ ആയിട്ട് മാത്രമേ മേടിക്കാൻ കിട്ടത്തുള്ളൂ. അതായത് ഡിസ്ക് ഡ്രൈവ് ഇല്ലാതെ. ഇനിയിപ്പം എൻ്റെ പഴയ PS5ൻ്റെ സ്ലിമ്മിൻ്റെ ഡിസ്ക് ഡ്രൈവ് ഇതിലിപ്പോൾ കണക്ട് ചെയ്യണം. അപ്പം നമുക്കത് കൈയോടെ അങ്ങ് ചെയ്യാം. ഗൈസ്, ഞാൻ എൻ്റെ പഴയ PS5 താഴെ വെച്ചേക്കും. അത് ഞാൻ താഴെ നിന്ന് എടുത്തോട്ടെ. കിട്ടി ഗൈസ്, പഴയത് കിട്ടി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിവിടെ വെർട്ടിക്കൽ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്ക് ഡ്രൈവ് ഇരിപ്പുണ്ട്. ഇപ്പം ഞാൻ തൽക്കാലം ഡിസ്ക് ഡ്രൈവ് എടുത്തിട്ട് പുതിയതിലേക്ക് സ്വാപ്പ് ചെയ്യാനായിട്ട് പോവാം. ഇതിപ്പോൾ അകത്ത് ഇച്ചിരി പൊടിയൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ് ഡിസ്ക് ഡ്രൈവ്. അത് നമുക്ക് ഊരാം. ഇത് ഊരാനായിട്ട് ഇവിടെ റിജക്ടർ ബട്ടൺ കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, സംഭവം ഊരിയെടുത്തു. ഇതാണ് സാധനം. ഈ പിന്നെ ഇവിടോട്ട് വരണം. അത്രേ ബേസിക്കലേ ഉള്ളൂ. ഇനി പുതിയ പ്രോയുടെ കവറ് ഞാൻ നമ്മുടെ പഴയ സ്ലിമ്മിലോട്ട് ഇടുക. കണ്ടോ, ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ പൊതുവെ എളുപ്പമാണ്. മീൻസ് ജസ്റ്റ് ഇതൊന്ന് തുറന്നു വിട്ടാൽ മാത്രം മതിയാവും. ഹായ്, ഇപ്പോൾ സ്ലിം ഭയങ്കര സ്ലിം ആയതുപോലെ
ഒട്ടും വലിപ്പം ഇല്ല. ആ ഡിസ്ക് ഡ്രൈവ് പോയപ്പോൾ ഇത് ഇപ്പോൾ ഭയങ്കര ചെറുതായി. അപ്പോൾ ഈ സാധനം നമ്മൾ മറച്ച് വയ്ക്കാനായിട്ട് പോവാണ്. ഇത് സ്ലിമ്മ. ഇനിയിപ്പോൾ പ്രോയിലേക്ക് സ്റ്റാൻഡും ഡിസ്ക് ഡ്രൈവും കണക്ട് ചെയ്യാം. ഈ 2 സ്ലോട്ടിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടുത്തെ ആ നോബുകൾ തമ്മിൽ, എന്നിട്ട് ഇവിടുത്തെ ആ പ്ലഗുകൾ തമ്മിൽ അലൈൻ ആക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ പ്രോയിൽ നമ്മൾ ഡിസ്ക് ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡും കൂടി ഒന്ന് കണക്ട് ചെയ്തേക്കാം. അപ്പോൾ താഴെ നിന്ന് ഉരുന്ന ആ ക്യാപ്പ് സാധനം നമുക്ക് ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഈ സ്റ്റാൻഡിൽ തന്നെ. അപ്പോൾ അതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റാൻഡ് കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡും കണക്ട് ചെയ്തു, ഡിസ്ക് ഡ്രൈവും കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ PS5 Pro അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ കേബിൾ ഇവിടെ കണക്ട് ചെയ്യും, പിന്നെ HDMI കേബിൾ ഇവിടെയുണ്ട്, പിന്നെ LAN കേബിൾ ഇവിടെ കണക്ട് ചെയ്യും, പിന്നെ ഞാൻ എൻ്റെ ഒരു ഓഡിയോ ഔട്ട്പുട്ടിനായിട്ടുള്ള ഒരു സംഭവം ഇവിടെയും കൂടെയും കൊടുക്കും. അത്രയാണ് കണക്ഷൻസ് കൊടുക്കുന്നത്. പിന്നെ ഫസ്റ്റ് ജോയ്സ്റ്റിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു USB Type-C ഫ്രണ്ടിലത്തെയും യൂസ് ചെയ്യും. അപ്പോൾ തൽക്കാലം ഞാൻ ഇത് കണക്ഷൻസ് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നീണ്ട പരിശ്രമത്തിന് ശേഷം ഞാനിപ്പം PS5 Pro കണക്ട് ചെയ്തിട്ടുണ്ട്. അത് മേശയുടെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് ഈ ക്യാമറ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് അപ്പോൾ കാണാം. ഞാനിപ്പോൾ കേബിൾ ഇല്ലാതെ ജോയ്സ്റ്റിക്ക് ഒന്ന് ഓണാക്കി നോക്കാം. ഇത് ഓൺ ആവുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കാം. ഇല്ല, ഓൺ ആവുന്നില്ല. അപ്പോൾ ഞാൻ കേബിൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് തന്നെ നോക്കാം. ஆசை புன்னகை மூஞ்சையில் மூஞ்சி 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 மூஞ்சியில்